ബലി പെരുന്നാൾ എന്നാണ് ഈ പെരുന്നാളിന്റെ പേരെന്നെ. ബലി പെരുന്നാൾ. ഞാൻ ഇന്നാണ്ട് ആ ബലി ഒഴിവാക്കി വെക്കാണേ പിന്നെന്തിനാ പെരുന്നാള്? ബലി പെരുന്നാളില് ബലി ഒഴിവാക്കിയ പിന്നെ പെരുന്നാൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇത്ര ഈ കർമ്മത്തിന് മഹത്വമുണ്ട് എന്നത് ഈ പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ കഴിയുന്ന ആളുകൾ ബലികർമ്മം ചെയ്തില്ലെങ്കിൽ എന്നാ പിന്നെ തോന്നും പെരുന്നാൾ നിസ്കരിക്കാല്ല. എനിക്ക് തോന്നണല്ല, അങ്ങനെ ഹദീത്തുണ്ട്. ആ അർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൗഖൂഫായ ഒരു ഹദീത്ത് കാണാം. മൻ വജദ സഅ വലം യുളഹി, ആരെങ്കിലും ബലികർമ്മത്തിന് ശേഷിയുണ്ടായി അതിനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, ബലികർമ്മം നടത്തിയിട്ടില്ലെങ്കിൽ എന്നല്ല അവിടെ അർത്ഥം, അതിനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ. കാരണം ഇത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പുള്ള സംഗതിയാണ്. ബലി ചെയ്യാൻ കഴിവുണ്ടായി അതിനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ വലാ യഖറബന്ന മുസല്ലാന, നിസ്കരിക്കാൻ കൊണ്ട് വരണ്ടാന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര ഉണ്ട്? അതിന്റെ ഒരു ചെറിയ മലയാളമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. എന്നാ പിന്നെ അതിനേക്കാളും നല്ല നിസ്കരിക്കാക്കലാണ്. എന്ന് പറഞ്ഞാൽ ബലികർമ്മം നടത്താത്ത നിസ്കരിച്ചാല് ശരിയാവില്ല എന്ന കൂലി കിട്ടില്ല എന്നൊന്നും അതിനർത്ഥമില്ല. വിഷയത്തിന്റെ ഗൗരവത്തെ തുടിപ്പിക്കാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു രേഖയാണത്. അതുകൊണ്ട് ഇനി ആരെങ്കിലും താറി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇനി ഒരു പക്ഷേ സംഘടിതമായ ഒളുവ്യത്തിന് ഇവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആടിനെ വാങ്ങിയിട്ട് ഇറക്കാമല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തൊട്ട് ഒരു റിപ്പോർട്ടുണ്ട് കോയിനർത്ഥം. അതടിസ്ഥാനത്തിൽ കർലാവി എന്നുള്ള പണ്ഡിതൻ കോയിനെ അറക്കാന്ന് ഫത്വ കൊടുത്തിരുന്നു. പക്ഷെ അത് ശരിയല്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഒരു കോയിൻ ഇങ്ങനെ അർത്ഥോളി എന്ന് പറഞ്ഞാൽ അത് ഉളയത്താവോ എന്ന അർത്ഥത്തിന് പറഞ്ഞല്ലത്. ഇത് ഇറച്ചി കഷ്ണങ്ങളും കൊടുത്താളി എന്നുള്ള അർത്ഥത്തിനാണത്. അല്ലെങ്കിൽ കോയിന്റെ അവിടെ അയിബും മറ്റുള്ള കാര്യങ്ങളൊന്നും കിതാബിൽ എവിടെയും കാണാനില്ല. ആടുമാട് ഒട്ടകങ്ങളുടെ അയിബുകളെ കുറിച്ച് കിതാബ് പറയുന്നുണ്ട്. കോയിന്റെ അയിബിനെ കുറിച്ച് കിതാബിൽ അറിയില്ല. കാരണം കോഴി ഉളയത്തിന്റെ ചർച്ചയിലില്ല. അപ്പൊ കഴിയുന്ന ആളുകൾ അത് കൊടുത്തിരിക്കണം എന്നതിന് മേൽ ഈ മലയാളം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ബലികർമ്മം. ഇനി അത് അറബിയിലേക്ക് വന്നാലോ? അറബിയിലേക്ക് വന്നാൽ ആ ദിവസത്തിന്റെ പേര് യൗമുൻ നെഹർ എന്നാണ്. യൗമുൻ നെഹർ, നെഹർ എന്ന് പറഞ്ഞാൽ 60 ദിവസം എന്നാണ്. നെഹർ എന്ന് പറഞ്ഞാൽ അറക്കുക എന്നാണ്. മലയാളത്തിലേക്ക് വന്നാലും അറബിയിലേക്ക് വന്നാലും ആ ദിവസത്തിന് നിർണയിക്കപ്പെടുന്ന പേരുകളിൽ ഒന്ന് ഈ ബലിയെ എടുത്ത് കാണിക്കുന്നതാണ്. യൗമുൻ നഹർ, 60 ദിവസം എന്ന നേരർത്ഥം. 60 ദിവസം എന്ന് പേര് വെച്ചിട്ട് അന്ന് അറക്കാതിരുന്നാൽ പിന്നെ എന്തിനാ ദിവസം? പിന്നെന്തിനാണ് ആ ദിവസം? അതുകൊണ്ടാണ് മഹാനരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ അമില ഇബ്നു ആദം മിൻ അമലിൻ യൗമൻ നഹർ അഹബ്ബ ഇലല്ലാഹി മിൻ ഇറാഖത്തിദ് ദം. പെരുന്നാൾ ദിവസത്തിൽ ഒരാള് ചെയ്യുന്ന അമലുകളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ആ രക്ത ഒലിപ്പിക്കൽ തന്നെയാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നഹാ ലതഅതി യൗമൽ ഖിയാമ ബിഖുറൂനിഹാ വഅല്ലാഫിഹാ വഅസ്ആരിഹാ. അതിന്റെ കൊമ്പ് കൊണ്ട്, കുളമ്പ് കൊണ്ട്, എല്ലാ രീതിയിലും പ്രൗഢിയോടുകൂടി നാളെ ഖിയാമത്ത് നാളിൽ അത് പ്രത്യക്ഷപ്പെടും. അത് അവിടെ വരും ഈ അർത്ഥാളെ സഹായിക്കാൻ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് സഹായിക്കുക? അള്ളിമു ലഹായാക്കും ഫഇന്നഹാ ലസിറാത്തി മുത്തായാക്കും. നിങ്ങൾ നന്നായി അതിനെ തെരഞ്ഞെടുത്ത് പരമാവധി നല്ലതിനെ വെച്ച് അർത്ഥോളി. കാരണം അത് നിങ്ങൾക്ക് നാളെ വാഹനമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെ സംശയം വരും. ഒരാൾ ഒരുപാട് കന്നിനെ അർത്ഥക്കണമെങ്കിൽ എത്ര വാഹനത്തിലാ അപ്പൊ പോകുന്നു? ഒന്നോ വരണുണ്ടോ? അപ്പൊ ഇതിൽ എല്ലാ വർഷവും അറക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ഇത് ഒരു വാഹനത്തിലല്ലേ ഇപ്പൊ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ സംശയം. മറ്റുള്ള വാഹനങ്ങളൊക്കെ അകമ്പടിയേറ്റ് വരും. അകമ്പടിയേറ്റല്ലേ പോവാ. ആരെങ്കിലും പ്രധാനപ്പെട്ട ആൾക്കാർ ഒരു വാഹനേറ്റു, പുതിയാപ്പിള പോകാനും പുതിയാപ്പക്കളെ ഇരിക്കാനും വെച്ചാല് സീറ്റ് വരെ എത്ര വാഹനം ഇറങ്ങല്. ആ ഇറങ്ങണ എന്തിനാണ്? അകമ്പടി സേവിക്കാനാ. അങ്ങനെ അവിടെ ഉണ്ടാവും. അവിടെ പുതിയാപ്പിള വാഹനം കൂടുന്നതനുസരിച്ച് കൊണ്ട് പ്രൗഢി കൂടും.
വിഷയത്തിൽ ഇനി ആരും താറിയിക്കരുത്. എന്തെങ്കിലും രീതിയിൽ പറ്റുമെങ്കിൽ ഇവിടെ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് പോയ വേറെ സ്ഥലത്ത് ചോദിച്ചു ഇവിടെ എത്ര വാങ്ങണം, അവിടെ 10,000 വാങ്ങണം. ഒരാളൊന്ന് ഷെയർ 10,000. ഇവിടെ ഇപ്പൊ വാങ്ങിയിട്ടുള്ള 7,500. 2,500 കുറവാ. നമ്മളീ ഭാഗത്ത് വണ്ടിക്ക് വില കുറവാ. 500 ചിലപ്പോ ആണ്ട് തരേണ്ടി വരൂല്ലേ? അപ്പൊ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിട്ടില്ലല്ലോ. ശരി. അപ്പോ 8,000 വേണ്ടി ഇപ്പൊ 7,500 കൊടുത്ത ആളുകൾ ഒരു 500 കൂടി കൂട്ടി കൊടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. എന്നാലേ നമുക്ക് ഉപയോഗത്താവുള്ളൂ, അല്ലെങ്കിൽ ഇറച്ചി കൊടുക്കലാവുള്ളൂ. ഇപ്പൊ എല്ലാതും വന്നിട്ടുണ്ടെങ്കിൽ വില പൂർണ്ണമായിട്ട് കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ ഇറച്ചി കൊടുക്കലാവും. വില വളരെ കുറവാണ്. 8,000 എന്ന് പറഞ്ഞാൽ 8,000 കൊണ്ട് നല്ല സെറ്റപ്പുള്ള ഒരു വണ്ടി അവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ വരിയിലേക്കുള്ള വണ്ടിക്ക് എത്ര രൂപ? സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാൽ തന്നെ 8-9 ലക്ഷം രൂപ. അതന്നെ ഇവിടെ അങ്ങോട്ടും കൊണ്ട് ഓടി കളിക്കാം. അവിടുത്തെ റോഡ് എന്ന് പറഞ്ഞാൽ 1000 കൊല്ലം ഇറക്കാം, 1000 കൊല്ലം കയറ്റം, 1000 കൊല്ലം നിരപ്പാണ്. അതന്നെ ഇവിടെ ഹൈവേ പോലെയല്ലോ, വാളിനേക്കാൾ മൂർച്ചുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ചവിട്ടിയാണ് പോകാനൊന്നും പറ്റൂല. ഈ അവിടെ വാഹനം അല്ല തന്നിട്ട് അയിമ കയറിയ പിന്നെ നരകത്ത് വീഴാന്ന് ഉറപ്പാണ്. നടന്നാ വീഴാൻ സാധ്യതയുണ്ട്. വാഹനത്തുമ്പോ കയറിയ പിന്നെ വാഹനം അടക്കം വീഴൂല. അവിടെ വഹിക്കാൻ പറ്റുന്ന വാഹനാണ് ഉദുഹിയ്യത്തിന്റെ മൃഗം മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പറ്റുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി കൊല്ലം ഇനി സൗകര്യം ഉണ്ടാ 7 ആള് കൂടിയാ പോത്തിനാങ്ങാം. 7 ആള് കൂടിയിട്ട് കൊടുത്താൽ മതി. പറ്റുന്ന ആളുകൾ. ഞാന് ഇവിടെ ഇപ്പൊ 10 രൂപ പോത്തയക്കണ്. ഇവിടെ ഇപ്പൊ ഇന്നും കൂടി കൂട്ടി 21 പോത്തായി കുട്ടിയല്ലേ. മറ്റുള്ളതൊക്കെ റെഡിയാണ്. ഉദയത്തിനല്ലോ 10 രൂപ അയക്കണം ഇവിടെ. പിന്നെ അതിനാളെ കൂട്ടാനോ പോത്തിനെ കൂട്ടാനോ ഒന്നുമല്ല. പോത്ത് ഇവിടെ കമ്മിയൊന്നുമില്ല, പോത്ത് ഇഷ്ടംപോലുണ്ട്. അപ്പൊ അതിനല്ല പറഞ്ഞത്, നമ്മളതിലൊന്ന് പങ്കെടുക്കാനാണ് പറ്റുന്ന ആളുകൾ. നമുക്ക് കൂലിയിട്ടണ്ടേ, എങ്ങനെയെങ്കിലും കൊണ്ടാണ്ട് രക്ഷപ്പെടണ്ടേ, അല്ലൊന്നും പിടിച്ചിക്കാൻ പറ്റൂലല്ലോ. അതിനാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുന്നത്തും മുഅക്കദ എന്നാണ് കിതാബിൽ മുഴുവുള്ളത്. സുന്നത്തും മുഅക്കദ. എല്ലാ സുന്നത്തും ഒഴിവാക്കിയ കറാഹത്തില്ല, ഇത് ഒഴിവാക്കിയ കറാഹത്ത. കാരണം എന്താണ്? ഇത് ഉജൂബ എന്ന അഭിപ്രായമുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു ഫിത്ർ സക്കാത്ത് പോലെയാണ് ഉദുഹിയ്യത്ത്. ഫിത്ർ സക്കാത്ത് നിർബന്ധമല്ലേ? ചെറിയ പെരുന്നാൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്, വലിയ പെരുന്നാൾക്ക് ഉദുഹിയ്യത്ത് നിർബന്ധമാണ്. ആർക്ക്? അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ അഭിപ്രായം അങ്ങനെ. അപ്പൊ നമ്മള് ശാഫിഈ മദ്ഹബിൽ എന്ത് വരും? ഒഴിവാക്കൽ കറാഹത്താണ്. കേവലം സുന്നത്ത് ഒഴിവാക്കിയ കറാഹത്തല്ല, ഇത് ഒഴിവാക്കിയ കറാഹത്ത്. അപ്പൊ അതുകൊണ്ട് പറ്റുന്ന ആളുകളൊക്കെ ഈ മുഅക്കദായ സുന്നത്ത് എന്ന് കിതാബിൽ കണ്ടാൽ പഴമക്കാരത് ഒഴിവാക്കൂല എന്നാ ചരിത്രം പറയുന്നത്. സുന്നത്തും മുഅക്കദാന്ന് കണ്ടാൽ പിന്നെ പഴമക്കാർ ഒഴിവാക്കൂല. ഫർള് പോലെ ചെയ്യുന്ന കേവലം സുന്നത്തല്ല, ശക്തിയായ സുന്നത്താണ്. പെരുന്നാക്ക് ഇതിന്റെ മേലെ അമലില്ലാന്ന് റസൂലുള്ളാഹി പറഞ്ഞല്ലേ. ഇതിന്റെ മേലെ പെരുന്നാക്ക് ഒരു അടിയൻ ചെയ്യുന്ന അമലിൽ ഒരമലും എത്തൂല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ വിഷയം വളരെ ഗൗരവത്തിൽ എടുക്കണമെന്ന് ആമുഖമായി പറഞ്ഞു വെക്കലോടെ ഇനി മസലകളിലേക്ക് ചർച്ചയ്ക്ക് ഇറങ്ങേണ്ടത്. കന്നുകൾ അയബില്ലാത്ത ആവണമെന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട നിബന്ധന. അയബ് ഇല്ലാത്ത കന്നുകളാവണം. അയബില്ലാത്ത കന്ന് എങ്ങനെയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒറ്റടിക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ ഇതിന്റെ മാംസത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന രോഗമോ ക്ഷീണമോ ഉണ്ടാകാൻ പാടില്ല. ഈ കന്നിന്റെ മാംസം ഇതുകൊണ്ട് കുറഞ്ഞെന്ന് പറയാൻ പാടില്ല. പാലില്ലാത്തത്, ചെകിടില്ലാത്തത്, മൂക്കില്ലാത്തത്, കണ്ണില്ലാത്തത്, ഉള്ള കണ്ണിന് അന്ധത ബാധിച്ചത്, ഭ്രാന്തുള്ളത്, ചൊറിയുള്ളത്, മുറിയുള്ളത്, ഇതൊന്നും പറ്റൂല. ഇതൊന്നും പറ്റൂല. പല്ല് മുഴുവല്ലെങ്കിലും പറ്റൂല. കൊമ്പില്ലെങ്കിൽ കുഴപ്പമില്ല. കൊമ്പ് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല. പക്ഷെ കൊമ്പ് പോയതുകൊണ്ട് ഇറച്ചിക്ക് ബാധിച്ചിക്കണമെങ്കിൽ പറ്റൂല. അതാണ് അയബില്ലാത്തതെന്ന് പറഞ്ഞാൽ ചുരുക്കി. മുടന്തുണ്ട് തീരെ പറ്റൂല കേട്ടോ. അറക്കാൻ നേരത്താണ് കാലിന് മുടന്തുണ്ട്, പറ്റൂല. എങ്ങനെ ഇരിക്കും നിങ്ങൾ ചോദിക്കണവർ? എങ്ങനെ ഇരിക്കും? കേൾക്കണില്ല. 2 കൊല്ലം കാലൊന്നും കുഴപ്പമില്ല. പല്ലില്ല. അങ്ങനെ എല്ല് പൊട്ടിയത് പറ്റൂല. അതാണ് അയബില്ലാത്തതെന്ന് പറഞ്ഞാൽ. പിന്നെ പറ്റ ചാവാളി പറ്റൂല. ആണല്ലോ, തൂക്കിയ പ്ലാസ്റ്റിക്കിന്റെ ഓറമായിട്ട് കുറെ ഇതുണ്ടാവൊന്നും പറ്റൂല. ഇറച്ചിക്ക് ബാധിക്കരുത്. അങ്ങനത്തെ കന്നായിരിക്കണം. ആടുമാട് ഒട്ടകാണ്. ഒട്ടകത്തിന് 5 വയസ്സാണ്,
ആടിന് 2 വയസ്സ്. നമ്മളെ നാട്ടിലുള്ള ആട് കോലാടാണ്. ഗൾഫ് നാടുകളിൽ നെയ്യാടുണ്ട്, അതിന് 1 വയസ്സായ മതി, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് മുമ്പിൽ നിന്നൊന്ന് പോയാലും മതി. ഇവിടുത്തെ ആട് കോലാടാണ്, അതിന് 2 വയസ്സാണ്. പിന്നെ മാട് തന്നെ നമ്മളെ കാള, പശു, പോത്ത്, എരുമ ഇതൊക്കെയാണ്. കാട്ടുപശു ഒന്നും പറ്റൂല, കാട്ടുജീവികൾ പറ്റൂല, ആടും പറ്റൂല. കാട്ടത്തെ ആടിനെ കൊടുത്തിട്ട് അർത്ഥം ഉദയത്താവൂല, നാട്ടിൽ വളർന്നായിരിക്കണം. കാട്ടാടും നാട്ടാടും തമ്മിൽ ഇണം ചേർന്നിട്ട് അതിലുണ്ടായ സങ്കരജീവിയെയും പറ്റൂല, ഉണ്ടാവല്ല, അതിനും പറ്റൂല. ഇനി ഈ നിലവിൽ പറ്റണ ഉണ്ടല്ലോ, ഒട്ടകം, മാട്, ഇന്ന് മസല ആയതുകൊണ്ട് ചിലപ്പോ ആരെന്ത് ചോദിച്ചാലും പെട്ടെന്ന് സമ്മതിച്ചു തരും. മസല ആയതുകൊണ്ട് ചിലപ്പോ നമ്മൾ എന്ത് ചോദിച്ചാലും പെട്ടെന്ന് സമ്മതിച്ചു തരും. നിങ്ങൾക്ക് മനസ്സിലായില്ല? മസല ക്ലാസ് ആയതുകൊണ്ട് ചിലപ്പോ എന്ത് ചോദിച്ചാലും സമ്മതിച്ചു തരുമെന്ന് ഉറങ്ങുന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയേ, ആട്, മാട്, ഒട്ടകം ഇതാണല്ലോ, ഇവകൾ തമ്മിൽ 5 വയസ്സിന്റെ 2 വയസ്സിന്റെ ഉണ്ട്. ഒട്ടകത്തിന് 5 വയസ്സാണ്, മാടിന് 2 വയസ്സാണ്. അപ്പൊ ഈ 2 വയസ്സും 5 വയസ്സും തമ്മിൽ ഇണം ചേർന്നിട്ടുണ്ടായതിന് 5 വയസ്സാണ്. അതൊന്നിപ്പോൾ അങ്ങനെ വ്യാപകമല്ല, എന്നാലും മസല പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ആട്, മാട്, ഒട്ടകാണ്. ഇതിലും മാടിൽ 7 ആളുകൾ വരെ പോവാ, ആടിൽ ഒറ്റ ആളെ പറ്റും. മാടിൽ 7 ആളുകൾ വരെ പോവാം. അത് ചില ആളുകൾ പറയുന്നുണ്ട് 7 തികയണമെന്ന്. അങ്ങനല്ല, 2 ആൾക്ക് കൂടിയിട്ട് ഒരു പോത്തിന് ഇറക്കാം, 3 ആൾക്ക് കൂടിയിട്ട് ഇറക്കാം. മാക്സിമം എത്ര പറ്റും? 7. അതിന്റെ അപ്പുറത്ത് പോകാൻ പറ്റൂല. കാരണം ഒരു മൃഗത്തിൽ 7 ഉണ്ടാവണം എന്നുള്ളത് കട്ടായ നിയമമാണ്. അത് കട്ടായമാണ്, ഒരു ഇളവും ആ വിഷയത്തിലില്ല. 7 ഓഹരി ഒരു മൃഗത്തിൽ ഉണ്ടായിരിക്കണം. അപ്പൊ 8 ആള് കൂടിയിട്ട് 2 പോത്തിന് നടത്താനും പറ്റൂല. പറ്റുമോ? നിങ്ങളൊന്ന് പറയും, 8 ആള് കൂട്ടിയിട്ട് 2 പോത്തിന് നടത്താൻ പറ്റുമോ? എന്താ നിങ്ങളൊന്നും ഉണ്ടാകത്തത്? പറ്റുമോ? എന്താ മാമൂട്ടാക്ക നിങ്ങളൊന്നും വർത്താനം പറയും. നിങ്ങള് ഈ ഒമ്മാനികളെ മാതിരി വന്നേന്ന് എന്താ പറ്റൂലെന്ന് പറയാൻ കാരണം? 2 പോത്തുണ്ട്, പറ്റൂല. എന്താ നിങ്ങളെ തീരുമാനം? അത് 8 ആള് കൂട്ടിയിട്ട് 2 പോത്തിന് പറ്റൂല. കാരണം എന്താണ്? 2 പോത്തിൽ 8 ആൾക്ക് അവകാശമുണ്ട്. അപ്പൊ ഒരാൾക്ക് 8-1 ഉള്ളൂ. നേരെ മറിച്ച് പോത്തിന് അറക്കണതിന് മുമ്പ് 4 അങ്ങനെയാണെങ്കിൽ പറ്റും. മറ്റേ 8 ആൾക്കും കൂടി 2 പോത്തിന് പറ്റൂല. 1-ൽ 7-1 വേണം. 14 ആള് കൂടിയിട്ട് 2 പോത്തിന് നടത്താനും പറ്റില്ല. കാരണം ഒരാൾക്ക് 14 ഉള്ളൂ, 2 പോത്തിൽ അവകാശമുണ്ട്. ഇതിൽ അതിലും കൂടി 1 ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റ മൃഗത്തിൽ 1 വേണം. ഒറ്റ മൃഗത്തിൽ തന്നെ 1 വേണം. 2-ലും കൂടി 1 ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾ സംശയം ചോദിക്കുന്ന പിന്നെ അയിമക്കൂടി അങ്ങനെയാണ് പോയാൽ മതിയല്ല. അതല്ല നമ്മളിപ്പോ തലയിൽ വേറെ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ ക്ലാസ് അല്ല ആവുള്ളൂ. നിങ്ങൾ ഇങ്ങനെയാണ് ചോദിച്ച മറുപടി പറഞ്ഞാലല്ലേ ക്ലാസ് അതിന്റെ കളത്തേക്ക് ഇറങ്ങുള്ളൂ. നിങ്ങൾ സംശയം ചോദിക്കും. ഉദോയത്തിന്റെ ഇറച്ചി അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല. അത് വർഗീയതല്ല. കാരണം ഇറച്ചി കൊടുക്കാൻ പറ്റൂല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പറയണോ? ഇറച്ചി കൊടുക്കാൻ പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ വർഗീയതയാണ്. അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല ഈ ഇറച്ചി എന്നാണ്. അത് മുസ്ലിമീങ്ങൾക്കും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടല്ലോ. പിന്നെന്താ വർഗീയത? ഇപ്പൊ ഞാനാണ് നേർച്ചാക്കിയ എനിക്ക് തന്നെ എന്നാൻ പറ്റില്ല. അത് വർഗീയത. ഞാൻ ഉദയത്തെ നേർച്ചാക്കിയാൽ അത് കുമാരനല്ല, എനിക്ക് എന്നാൻ പറ്റൂല. എന്റെ ഇറച്ചി എനിക്ക് എന്നാൻ പറ്റൂല. എന്താ വർഗീയത? അവര് നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോ അവിടെ വർഗീയത എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഉദോഹിയത്ത് നേർച്ച ആക്കിയാൽ സുന്നത്ത് ഉജൂബായി. അപ്പൊ കൂടുതൽ കൂലിയാണ് ആഖിറത്ത് കിട്ടുക. അങ്ങനെ ആക്കിയ എനിക്ക് തന്നെ എന്നാൻ പറ്റൂല. അത് വർഗീയത. അമുസ്ലിമീങ്ങൾക്ക് ഇറച്ചി കൊടുക്ക, പൈസ കൊടുക്ക, സഹായിക്ക, ഒരണ്ടാക്കി കൊടുക്ക, വസ്ത്രം കൊടുക്ക. പക്ഷെ ഉദോഹയത്തിന് ഇറച്ചി കൊടുക്കാൻ പറ്റൂല. അത് കൊടുക്കലാണ് വർഗീയത. കാരണം എന്താ? അത് മതാചാര പ്രകാരം പ്രത്യേക വ്യവസ്ഥയിൽ അർത്ഥതാണ്. അത് അവരെ കൊണ്ട് തീറ്റിക്കാൻ തന്നെ നമ്മളിത് അടിച്ചേൽപ്പിക്കാന്ന് അതിന് പറയാം. കേവല അർത്ഥതല്ല. അതുകൊണ്ടാണ് ആ മസല അങ്ങനെ വരാൻ കാരണം. അത് പറ്റൂല. ഇറച്ചി കൊടുത്തോളി. നമ്മളന്ന് പോത്താന്നുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ഒരു ആടിന് അർത്ഥോളി. അത് പറ്റൂല എന്ന് പറഞ്ഞ കാര്യം. ഇതന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ
ഞാൻ തിന്നണതിന് ചുറ്റുപാടത്തുള്ള മുസ്ലിങ്ങൾക്കൊക്കെ കോയിന് അറുത്തു കൊടുക്കും. എന്നിട്ട് അവിടെ വീട്ടിലൊക്കെ കോഴി എത്തിച്ചിട്ടാ ഞാൻ ഉദയത്തിന്റെ ഇറച്ചി ഉണ്ടല്ലേ അങ്ങനെ ചെയ്താൽ മതിയല്ല. അപ്പൊ അത് പറ്റൂല, അവർ നിയമമാണ്. അത് ഞാൻ ഒന്നും കൂടി വിശദീകരിക്കാൻ കാരണം ഞാൻ അതിപ്പോ എന്താ അതൊക്കെ സൗഹാർദ്ദത്തിന് നിരക്കാത്തല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിനാണ് ഞാൻ ഉദാഹരണ സഹിതം മറുപടി അറിഞ്ഞത്. ഉദയത്തിന്റെ ഇറച്ചി നമുക്ക് തന്നെ തിന്നാൻ പറ്റൂല. എപ്പോ അത് ഉജൂബായി വന്നാൽ, അപ്പൊ കൂടുതൽ കൂലിക്ക് വേണ്ടി നേർച്ചാക്കിയാൽ നമുക്ക് തന്നെ തിന്നാൻ പറ്റൂല. ഈ അർത്ഥോനെ തിന്നാൻ പറ്റൂല, അർത്ഥോന്റെ പുരക്കാർക്കും തിന്നാൻ പറ്റൂല, അവന്റെ ആശ്രിതർക്ക് തിന്നാൻ പറ്റൂല. മാത്രല്ല തങ്ങന്മാർക്കും കൊടുക്കാൻ പറ്റൂല, കുമാരന് മാത്രല്ല പൂക്കോത്തങ്ങൾ കൊടുക്കാൻ പറ്റൂല. നിർബന്ധമായാലും ഉജൂബായാലും അതൊരു നിയമമാണ്. ആ നിയമത്തിന്റെ വഴിക്ക് പോകും. ആ സംഗതി നല്ല ചോദ്യം. നീ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ചോദിക്കി, നല്ല പറയാം. ഈ മാമൂട്ടയൊക്കെ ചോദിക്കണില്ലല്ലോ, നിങ്ങളാണ് ചോദിച്ചാലേ എല്ലാരും കൂടെ ചോദിക്കുള്ളൂ. ആ ആ എങ്ങനെ ആ ആ നാട്ടിൽ ആരെങ്കിലും പുറത്ത് കൊടുക്കാം. നക്കല് പറ്റുമല്ലേ എന്നുള്ള ചർച്ചയിൽ വരുമോ? പക്ഷെ നേർച്ചാക്കിയ മൃഗമാണെങ്കിൽ നാട്ടിലുള്ള പാവങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. മുതലാളിമാർക്ക് വരെ കൊടുക്കാൻ പറ്റില്ല. നേർച്ചാക്കിയാണെങ്കിൽ ഓനും നിന്നാൻ പറ്റൂല, ഓന്റെ ആശ്രിതരും നിന്നാൻ പറ്റൂല, നാടിന്റെ പുറത്ത് കൊടുക്കാനും പറ്റൂല. നാട്ടിലുള്ള പാവങ്ങൾക്ക് എത്തിച്ചിരിക്കണം. നേർച്ചാക്കിയതാണ്. ഏലൊന്നൊരാള് നേർച്ചാക്കിയാൽ അവിടുന്ന് കുലുമ്പാന്റെ ആരംഭമായി. ഉദാഹരണം, പ്രശ്നമൊന്നുമില്ല, ഈ ചേരുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് നേർച്ചാക്കിയിട്ട് ചേരാണെങ്കിൽ ആ ഏഴിലൊന്നുണ്ടല്ലോ അത് സെപ്പറേറ്റ് ആക്കി ഓൻക്ക് കൊടുത്തിട്ട് ആ നാട്ടിലുള്ള പാവങ്ങൾക്ക് എത്തിക്കൽ നിർബന്ധമാണ്. ഇനിക്ക് കൂട്ടിക്കാണ്ട് സാമ്പാറാക്കി കൊടുക്കാൻ പറ്റില്ല ആ ഏഴിലൊന്നും. കാരണം നേർച്ച ഇറച്ചി ആയതുകൊണ്ട് മുതലാളിമാരെ കയ്യിലെത്താൻ പറ്റൂല, തങ്ങന്മാരെ കയ്യിലെത്താൻ പറ്റൂല, ഇവന്റെ കയ്യിലെത്താൻ പറ്റൂല, ഓന്റെ ചെലവിൽ കഴിയുന്ന ഒരാൾക്കൊട്ട് തിന്നാനും പറ്റൂല. അന്ന് നാട്ടിലുള്ള പാവങ്ങൾക്ക് മൊത്തം എത്തിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല, ആണ് മാറ്റി വെച്ചിട്ട് അത് ആ രീതിയിൽ ചെയ്താൽ മതി. ഇതിക്ക് കൂട്ടിക്കലർത്താൻ പറ്റില്ല. ഒരു പ്രശ്നമില്ല. ഒരു 7 ആളുകൾ വരെ ഒരു പോത്തിലോ, ഇവിടെ പോത്തല്ലേ വേറെ നെല്ലുണ്ടാ, പോത്ത് നമുക്ക് ചർച്ച ചെയ്യണം. 7 ആളുകൾ വരെ ഒരു പോത്തിൽ പോകുന്ന ഇനി ഒരാൾക്ക് തന്നെ 7 നീയത്തിലും ചേരാം. ഇനി 7 ആളുകൾ വ്യത്യസ്ത നീയത്തിലാണെങ്കിലും കുഴപ്പമില്ല. ഉദാഹരണം, ഒരാള് അക്കീക്ക് ഉദ്ദേശിച്ചു, ആളെ ഒരു മോനക്ക് അക്കി കൊടുത്തില്ല, അപ്പൊ ഒരാളാക്കി, ഒരാൾ ഉള്ളിയെത്തു, ഒരാൾ വെറുതെ പെരുന്നാക്ക് ഒരു 60, ആൾക്ക് രണ്ടോടത്തും ചിന്ത വന്നിട്ടില്ല. ഒരാള് വെറുതെ എന്താ മൂപ്പർക്ക് തിന്നാൻ വേണ്ടി കൂടി. എത്രയായി? ഒരാള് പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആണെന്ന്, അപ്പൊ അതിനാണ്ട്. വേറെ ആള് പിന്നെ വേറെ ഒരു പാവങ്ങളൊക്കെ ഒരു കല്യാണം അവിടെ കൊടുക്കാനാണ്. അങ്ങനെ വ്യത്യസ്ത ചിന്തയിൽ നീയത്തിൽ 7 ആളുകൾ കൂടിയാലും പ്രശ്നമില്ല. പക്ഷെ അറിവിന്റെ മുമ്പായിരിക്കണം. അർത്ഥം ശേഷം ഞാൻ ഇതിൽ ഒരു ഉദയത്തിന് കൂടെയാണ് ഇങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട് കാര്യമില്ല. ഇനിയിപ്പോ അതൊന്നും അല്ല, കടയില് വെള്ളിയാഴ്ച പെരുന്നാളായി വന്നു വിട്ടാ കൊല്ലത്തെ അവസ്ഥ അല്ല പറഞ്ഞു. അപ്പൊ ഉരുളിനെ കൊണ്ടുണ്ട് അറക്കാൻ വേണ്ടി പോത്തിന് കൊണ്ടുണ്ട്. അപ്പൊ സൈതാലിയാക്കാനോട് ഇവിടെ അറക്കണ ആള് സൈതാലിയാക്കാൻ, ഇവിടെ അറക്കണ ആള് പേര് സൈതാലിയാക്കാൻ തന്നെ. അല്ല, ഇവിടെ ഈ വെള്ളിയാഴ്ച അറക്കണ ആളെ പേര് ആയിക്കോട്ടെ. ആരാ, ഞാൻ വെറുതെ പേര് പറഞ്ഞാണ്. വെള്ളിയാഴ്ച ഇങ്ങനെ അറക്കാൻ കൊണ്ടുപോകുമ്പോ അയാളോട് പറയാം, നിങ്ങൾ ഏതായാലും വെള്ളിയാഴ്ച അറിവിന് കൊണ്ടുപോയല്ലേ, പെരുന്നാക്ക് എന്റെ ഒരു ഉദയത്ത്, അതിലൊരു ആര് എന്റെ ഉദയത്താണോ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ട് വാങ്ങിയാൽ മതി. അർത്ഥത്തിന് ശേഷം പറയാൻ പറ്റൂല, അറക്കുന്നതിന് മുമ്പ് പറയണം. അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ നമ്മൾ ഇട്ടോ. നിങ്ങള് അറക്കുന്ന മൃഗത്തിനെ ചൂണ്ടിയിട്ടോ ആ കർമ്മത്തെ സൂചിപ്പിച്ചിട്ടോ എന്റെ ഉദയത്താണ് ഹാദിഹി ഉദുഹിയത്തി എന്ന് പറഞ്ഞാൽ നിർബന്ധമാവുന്ന, മനസ്സിലായില്ലേ? ഇതിന്റെ ഉദയത്തിന്റെ മൃഗം എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് നിർബന്ധമാവും. പിന്നെ നിങ്ങൾക്കും നിന്നാൻ പറ്റില്ല, ഭാര്യക്കും കെട്ടിയോക്കും കുട്ടിയോക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല, മുതലാളിമാർക്കും കൊടുക്കാൻ പറ്റില്ല. ആ വാക്ക് പറയരുത്. അപ്പൊ നമ്മള് മൃഗത്തിന് ഇതെന്തിനാ അത് ഈ ചോദിക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും, ഇത് കുലുമാലുണ്ടാക്കാൻ ചോദിക്കാനായിട്ട് വരും. ഇതെന്തിനാ വെച്ചാൽ പെരുന്നാളൊക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ മതി. ഇതെന്തിനാന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാൽ മതി? പെരുന്നാളൊക്കെ അല്ലേ, അല്ലെങ്കിൽ എന്റെ സുന്നത്തായ ഉദയത്താന്ന് പറഞ്ഞാൽ മതി. എന്റെ ഉദയത്താന്നാണ്ട് പറഞ്ഞ ആ അക്കൗണ്ട് ഉജൂബായി. അതാണ്
സുന്നത്തായ ഉളുവത്തി ചേർന്നിക്കണ് പറഞ്ഞാലേ അവിടെ ഒരു സുന്നത്ത് കൂട്ടിയാൽ മതിയല്ലോ. ഇപ്പൊ നിങ്ങള് പേര് പറയുമ്പോ KMCC എന്നൊക്കെ പറയലില്ലേ, ഒരു ചെറുതെന്നാണ് കൂട്ടി കൊടുത്താൽ മതി. അല്ലെങ്കിൽ അങ്ങനെ കൂട്ടാൻ കഴിഞ്ഞെങ്കിൽ തൊള്ളവർക്കായിരുന്നാ മതി. അപ്പൊ നമുക്ക് പറയാം അതെ ഈ കത്തി എന്നുള്ള ഉദയത്തിൽ മാത്രമൊന്നുമല്ല. ആദ്യം നല്ലൊരു ചോദ്യം, അന്താരാഷ്ട്ര ചോദ്യം. മരണപ്പെട്ടു പോയ വാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുമോ? വസിയത്ത് വേണം. മരിച്ചവർക്ക് ഉദയത്ത് ഇറക്കണമെങ്കിൽ വസിയത്ത് നിർബന്ധം. അപ്പൊ ചില ആൾക്കാർ ഒരു ഹദീസ് ഉദ്ധരിക്കും, അലിയാര് ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം ഉദയത്ത് അർത്തിന്നല്ലോ, അവ വസിയത്ത് ചെയ്തിരുന്നു, അർക്കണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മരിച്ചവർക്ക് അർക്കുകയാണെങ്കിൽ വസിയത്ത് വേണം. നമുക്ക് അവർക്ക് കൂലി കിട്ടിയല്ലേ വേണ്ടത്. അതിന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ടി ഇറക്കുക, എന്നിട്ട് ദ്വാരക്കുക, പഠിച്ചോനെ ഇതിന്റെ കൂലി എന്റെ വാപ്പാക്ക് എത്തിച്ചു കൊടുക്കണമെന്ന്. സംഗതി അവിടെ എത്തി, അങ്ങനെ നമുക്ക് കിട്ടിയാ പോരെ, അവിടെ എത്തി. ഞാൻ അങ്ങനെ നമ്മൾ ഇറക്കുക, എന്നിട്ട് വാക്യങ്ങൾ പറയും, നമ്മൾ അറുത്തിട്ട് അതിന്റെ കൂലി അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന സംഗതി. നമ്മൾ അസല് കോപ്പി നമ്മളെ കയ്യിലെടുക്കുക, പാസ്പോർട്ടിന്റെ ഫോട്ടോ കോപ്പി അവിടെ കൊടുക്കുക, പള്ളിക്കാട്ടും കൊടുക്കുക, അത് കുഴപ്പമില്ലല്ലോ. ഇതിമെന്ന് എത്രയും ഫോട്ടോ കോപ്പി എടുക്കാം, എത്ര എടുക്കാം, അത് എല്ലാത്തിനും ഒന്ന് കൊടുത്തൂടെ? ഒറിജിനൽ എവിടെ വെച്ചാൽ മതി, നമ്മൾ അതിൽ വെച്ചാൽ മതി, ബാക്കി എല്ലാവർക്കും കൊടുക്കാം. അതെ. ഒരു പോത്തില് ഒരാൾക്ക് ഇപ്പൊ മക്കള് ജനിച്ചാൽ അക്കീക്ക സുന്നത്തല്ലോ. ഇപ്പൊ ചില ആളുകള് അയിമക്ക് ചിന്തിച്ചിട്ടുണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാവില്ല. പ്രായപൂർത്തി ആകുന്ന വരെ വാപ്പാക്ക് ചെയ്യാം, സുന്നത്താണ്. പ്രായപൂർത്തിയായാൽ പിന്നെ അതിന്റെ ആ സുന്നത്തിന്റെ ഉത്തരവാദിത്വം ഈ പ്രായപൂർത്തിയായ മകന്റെ പരിധിയിലേ വരിക. അപ്പൊ നമുക്ക് കുറെ കുട്ടികളുണ്ട്, 8 വയസ്സായ കുട്ടി, 9 വയസ്സായ കുട്ടി, 11 വയസ്സായ കുട്ടി, കുട്ടികളൊന്നും അക്കി കർത്തില്ല. എന്നാ എന്ത് ചെയ്താൽ മതി? ഉദയത്തിന്റെ ഇതിൽ കൂടുമ്പോ ഒരു പറയാം, ഒരു 3 ആര് വേറെ, ഒരു 4 എനിക്ക് വേണം, 3 എന്റെ മക്കൾക്കുള്ള അക്കീക്ക് എന്ന് പറഞ്ഞാൽ കൂടാ. അക്കീക്ക് ഉദയത്തൊക്കെ ഒരു മൃഗത്തിൽ ഒരുമിച്ച് കൂടിയ ഒരു പ്രശ്നമില്ല. 7 നീയത്ത് വരെ ഒരു മൃഗത്ത് പറ്റും. അത് ഒരാൾക്ക് 7 നീയത്തിലാക്കാം, 7 ആളുകൾക്ക് 7 നീയത്തിലാക്കാം. ഒരാൾക്ക് തന്നെ 7 നീയത്തിൽ പോത്ത് വാങ്ങാം. അക്കീക്ക, ഉദയത്ത്, പിന്നെ മോതിരിടല്, കുട്ടികളെ കാണല്, കല്യാണത്തിന് കൊടുക്കാൻ, ഇങ്ങനെ 7 നീയത്തിൽ ഒരാൾക്ക് ഇറക്കാം. അല്ലെങ്കിൽ 6 കുട്ടികൾക്ക് അക്കീക്ക്, 1 ഉദയത്തു, അങ്ങനെ ആവാം. 6 കുട്ടികളുണ്ട്, ഒരൊറ്റ ഒന്നിനും അക്കി കറച്ചിട്ടില്ല, ഒക്കെ തല എരിഞ്ഞിട്ടാണ് നടക്കുന്നതും. അത് കാരണം ഇതാണ്, ഈ കൊടുക്കയിട്ടാണ്. അപ്പൊ ഈ 6 കൂടി അങ്ങനെ എന്റെ 6 കുട്ടികൾക്കുള്ള അക്കീക്ക, പിന്നെ കൊല്ലം ഉദയത്തു, സുന്നത്തായ ഉദയത്ത്, അങ്ങനെ ആക്കാം. എന്ന് പ്രശ്നമില്ല. നീയത്ത് വെക്കേണ്ടത് ഒന്നുകിൽ ഈ മൃഗത്തിനെ നിജപ്പെടുത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ തരംതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അറവിന്റെ തൊട്ട് മുമ്പ്, 3-4 സമയം. നമ്മളിവിടെ പറയലുണ്ടല്ലോ, പേര് വായിക്കലില്ലേ, ഇത് ഈ പോത്ത് ഇന്ന പോത്തുകൾക്കാണ് അല്ലേ? അതന്നെ അവ നീയത്ത് എന്ത് ചെയ്താൽ മതി? ഈ അർക്കണ ആളാണ്ട് ഏൽപ്പിച്ചാൽ മതി. നമുക്ക് ആ സ്ഥലത്ത് പങ്കെടുക്കൽ സുന്നത്താണ്. ഇന്ന ഏരിയയിലോട്ട് നോക്കും വേണ്ട. ഞാൻ ഈ അർക്കണോടത്ത് വരവില്ല, അർത്തിട്ട് ഇറച്ചിയല്ലോ തോന്നുന്നു, ആ ഏരിയക്ക് വരില്ല. അതുകൊണ്ട് ഓരോരുത്തരും പ്രകൃതി അല്ല. അതുകൊണ്ട് ഒരു ദിവസം കോയിനെ ഇറക്കാൻ വേണ്ടി കത്തിയെടുത്താണ്, പിന്നെ കോഴി ഒരു ഭാഗത്ത് ഞാൻ ഭാഗത്ത് പോയി, അങ്ങനെയാണ്. അർക്കനാളെ തിന്നാളെ സുന്നത്തായ ഉദയത്താൻ നീയത്ത് വെക്കാം. 7 ആളോടുമ്പോ ഒന്നുകിൽ ഒരാളെ എല്ലാരും കൂടി ഏൽപ്പിക്കാം, അല്ലെങ്കിൽ 7 ആള് നീയത്ത് വെക്കാം. നീയത്ത് തന്നെ കൽപ്പിൽ വെച്ചാൽ മതി, തൊള്ളോണ്ട് പറഞ്ഞ സുന്നത്തോണ്ട്. ആ പറഞ്ഞ ഇതിന്റെ സുന്നത്താ ഉദയത്താണ്, നിങ്ങൾ പറയാം, ഞാൻ പറയാം ഇതിന്റെ സുന്നത്താ ഉദയത്താണ്. ആ പൈസയിൽ വെച്ചാൽ സുന്നത്ത് അർക്കണാൽപ്പിച്ച ഇയാളെ പേര് പറഞ്ഞിട്ട് പിന്നെ മുകളിലേക്കല്ല. അപ്പൊ നിങ്ങള് നീയത്ത് വെക്ക, അപ്പൊ നിങ്ങള് നീയത്ത് വെക്ക അർക്കണേന് മുമ്പ്. പിന്നെ ഞങ്ങളെ നാട്ടിലെ ഖത്തീബ് ജലീൽ റഹ്മാനിക്കൊണ്ടുള്ള ഉദയത്തിൽ അർക്കണം ക്ലോസ് അർക്കനെ. അതിനെന്താ പ്രശ്നമുള്ള? ഇന്നാൾക്ക് വേണ്ടിയിട്ട് അർക്കണമെന്ന് നീയത്ത് വെച്ചാൽ മതി. ആ 7 ആള് പേരിലും പറയാം. അതിലെന്താ മനസ്സ് കൊടുന്ന അതല്ലേ എന്റെ ഇത്ര. അപ്പൊ അവിടെ വായിക്കുമല്ലോ, അവിടെ 7 ആള് വായിക്കൂലേ. അപ്പൊ ഇവരെ ഏൽപ്പിക്കണം, നിങ്ങളെ സംഗതി ഏൽപ്പിക്കണം. ആദ്യം ഈ വായിക്കുന്ന ആർക്കാണോ അറക്കണത് അവരെങ്ങളെ ഏൽപ്പിക്കണമല്ല. അവരൊന്നും അറിയാതെ നിങ്ങളെ നീയത്തിച്ചിട്ട് കാര്യമില്ല. നീയത്തിന് നിങ്ങളെ ഏൽപ്പിക്കണം. അറവിനോ നീയത്തിനും കൂടെ ഒരാളെ ഏൽപ്പിക്കുക, അറവിനോ ഒരാളെ നീയത്തിന് വേറെ ആളെ ഏൽപ്പിക്കുക, നീയത്ത് അവനാൾക്ക് തന്നെ ചെല്ല. ഇതൊക്കെ പറ്റും, എല്ലാത്തിനും പറ്റും.
മനസ്സിലായില്ലേ? അർക്കണ ആളാണ്ട് ആരെ പേരിലാണോ അർക്കണത് അത് പറഞ്ഞിട്ട് അർത്ഥം മതിന്ന് പറയൽ സുന്നത്ത്, മനസ്സ് കരുതിയാൽ മതി. ഔജൂബ് നീയത്തുന്ന കസുബിൽ കൽബി എന്നല്ല, കൽബോണ്ട് കരുതുന്ന. കൊമ്പ് നിർബന്ധമല്ല. ഞാൻ ആരോടും ഉണ്ടണ്ട. ഒരു മൃഗത്തിന് കൊമ്പ് മാത്രമല്ല, ബാക്ക് ഭാഗമില്ല. ബാക്ക് ഭാഗം ഒന്നായിട്ടല്ല. അതിന് ഈ നാട്ടില് പറയണ പേരുകളാണ്ട് പറഞ്ഞാൽ മതി. നമ്മൾ ഈ കസാര ഇരിക്കുമ്പോ തട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് പറയണ്ട, തുറന്നു പറയണ്ട, മനസ്സിൽ വെച്ചാൽ മതി. മസല അറിയുമ്പോ പറയണല്ലോ. കസാരയിൽ ഇരിക്കുമ്പോ തട്ടുന്ന ബാക്ക് ഭാഗം ഉണ്ടല്ലോ, മറ്റേ അവിടെ സോഫ്റ്റ്, അതൊരു മൃഗത്തിന് ഇല്ലാന്ന് കൂട്ടുക. എന്നാലും ചില കിതാബ് കാണാൻ പ്രശ്നമില്ല. ഞാൻ ഇല്ലാത്തതിനെ തെരഞ്ഞെടുക്കണം എന്നല്ലേ പറഞ്ഞു കേട്ടോ. അഥവാ അങ്ങനെ വന്നാല് പ്രശ്നമില്ലാന്ന്. ഇല്ല ചൊറിയും മുറിയും കുരുവെന്നുള്ള പറ്റില്ല. എത്ര കുറച്ചാണെങ്കിലും പറ്റില്ല. ചൊറിയുള്ള എത്ര കുറഞ്ഞ ചൊറിയാണെങ്കിലും പറ്റില്ല. ഉടച്ചാനും കുഴപ്പമില്ല. ഉടക്കാനായിട്ട് പോകണ്ട ഈ സമയത്തായി. ഇതിപ്പോ കെട്ടി കൊടുത്തിപ്പോ ഉടക്കാൻ പോവാ. ഒക്കെ കഴിഞ്ഞ് തമാശ ആക്കിയാണ്. ഒന്ന് ചിരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിനിപ്പോ നിങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടോ? അത് സൂക്ഷ്മ പാലിക്കേണ്ടതാ. ദുൽഹിജ്ജ് 1 മുതൽ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട മൃഗം, എല്ലാം കൂടിയല്ല, അവനാന് നിശ്ചയിക്കപ്പെട്ട മൃഗം അർക്കപ്പെടുന്നത് വരെ നഖം, മുടി, പല്ല്, ശരീരത്തിലെ പാർട്സുകളൊന്നും മുറിക്കരുത്, കരിക്കരുത്, പറിക്കരുത്, ഒഴിവാക്കാൻ പറ്റൂല. കറാത്ത വെള്ളിയാഴ്ചയിൽ സുന്നത്തായ കർമ്മങ്ങൾ വരെ അന്ന് സുന്നത്തില്ല, അന്ന് കറാത്താണ്. നമുക്ക് നിശ്ചയിക്കപ്പെട്ട മൃഗം അറുത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി അറക്കാൻ കാത്തിക്കട്ടെ. അല്ല എന്റെ അർത്ഥം എന്റെ എത്ര തിരക്ക്, ഈ മുടിയൊന്ന് വെട്ടാനാണേ, എന്റെ അർത്ഥക്കണം വേഗം വെട്ടുക. അവരെ വെട്ടല് കറാത്ത. ഇനി ഒരാൾക്ക് ഇടങ്ങറായി നോട്ട. ഉദാഹരണം, ഇസ്ലാമൊക്കെ കയറി എന്ന് ചേലാകർമ്മം നടത്തിയിട്ടില്ല. പിറ്റേന്ന് തന്നെയാണ് തക്ബീർ ഓതിയത്തും അറവൊക്കെ കൂടി ഒരു കഥ. ഇവനാണെങ്കിൽ ചേർന്ന് ചെയ്ത്. എന്നാ കുഴപ്പമില്ല, കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാം, അവിടെ കറാത്തില്ല. അല്ലെങ്കിൽ പല്ലുവേദന അയക്കുന്നത്, ഇതിനൊട്ട് അർത്ഥം കിട്ടണില്ല, കാത്ത് കണ്ട ഊര. അല്ലെങ്കിൽ ഒരു നഖം പൊളിഞ്ഞിട്ടുണ്ട്, നടക്കാനോട്ട് വയ്യ, മൂലേരാണെങ്കിൽ നഖം പൊളിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, അത് കുഴപ്പമില്ല, ആ ഭാഗം കട്ട് ചെയ്യാം. സ്ത്രീകള് ചേരാ നീയത്ത് പിന്നെ ഭർത്താവിനോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അവര് വെച്ചാൽ മതി, അവരിങ്ങോട്ട് വന്നോളുന്നില്ല, പരിന്ന് നീയത്ത് വെച്ചാൽ മതി, കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ? സമയം ഒരുപാടായി. നീശാല എന്തെങ്കിലും സംശയങ്ങൾ വരാൻ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പിന്നെ പറയണ്ട്. ആയിക്കോട്ടെ. അറക്കപ്പെടണ മൃഗത്തെ അറക്കുന്ന സമയത്ത് അന്നനാളം ശ്വാസനാളൊക്കെ മുറിയാന്നുള്ളതാണ്. ശ്വാസനാളം മുറിഞ്ഞിരിക്കണം. തല ഫുള്ളായിട്ട് പറഞ്ഞു വന്നാൽ കറാത്താണ്. അതിനെ ആ സമയത്ത് വെള്ളം കൊടുക്കല് സുന്നത്താണ്. ഒരു മൃഗത്തിന് അറക്കുമ്പോ മറ്റൊരു മൃഗം കാണത്തക്ക രൂപത്തിൽ അറക്കുന്നത് നല്ലതല്ല. ഒരു മറ ഇട്ടുക, ആ മൃഗത്തിന് മുമ്പിൽ വെച്ചിട്ട് അറക്കാൻ ഉദ്ദേശിക്കുന്ന മൃഗത്തിന് മുമ്പിൽ വെച്ചിട്ട് കത്തി മുറിച്ചു കൂട്ടണോ നല്ലതല്ല. ഒഞ്ഞുണ്ടായിട്ട് മുറിച്ചിട്ട് ഏറ്റങ്ങൾ ഇത് കണ്ടാല് അവരെ ബോധം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. ബുദ്ധി ഇല്ലെങ്കിലും ബോധം അവർക്കുണ്ട്. അപ്പോ പരസ്പരം ഒരുപാട് മൃഗങ്ങൾ അറക്കുമ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മറ്റുള്ള മൃഗങ്ങൾ മുമ്പിൽ വെച്ചിട്ട് ഈ മൃഗത്തെ അറക്കരുത്. കാരണം അവരെ മനസ്സിക്ക് പേടി കൊടുക്കും. പരമാവധി വേദന ഇല്ലാതാവാനുള്ള എല്ലാ വ്യവസ്ഥയും ശരീരത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും അറക്കപ്പെട്ടാലും കിടന്ന് പെടയുണ്ടല്ലോ, പെടനോട് മാത്രം വേദന ഉണ്ടെന്ന് പറയാൻ പറ്റൂല. അതൊക്കെ കഴിഞ്ഞിട്ട് ബക്കറ്റിൽ ഇട്ടാൽ ഇറച്ചും കിടന്നിട്ട് തുടിക്കും, അതിന് വേദന ആയിട്ടാണെന്നും പറയാൻ പറ്റൂല. ഞാനും ഉദാഹരണം പറയല്, ഈ അവസ്മാര രോഗികളും മറിഞ്ഞിട്ട് ഭയങ്കര പെടച്ചിൽ കിടക്കലുണ്ട്. നിങ്ങൾ നീച്ചിട്ട് വെച്ച് നോക്കാണെങ്കിൽ വിവരം അറിഞ്ഞിക്കണമെന്ന് ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് പെടക്കണ കണ്ടോണ്ട് മാത്രം വേദന ഉണ്ടെന്ന് പറയണ്ട, വേദന ഇല്ലാതിരിക്കാനുള്ള രീതിയിൽ അറക്കാനാണ് ശരീരത്ത് പറഞ്ഞിട്ടുള്ളത്. അതന്നെയല്ല ഉദ്ദേശിച്ചത് മൃഗത്തിനോട് ചെയ്യേണ്ട സമീപനം. അത് ഏറ്റവും നല്ലതാണ്. അതൊന്നും ഇപ്പൊ നടക്കൂല. നമ്മൾ തന്നെ വാങ്ങി വീട്ടിൽ വളർത്തിയിട്ട് അങ്ങനെ വലുതാക്കിയിട്ട് നമ്മൾ തന്നെ അറക്കണേ. അതൊന്നും ഇപ്പൊ ഇവിടെ
നല്ല കാര്യമാണ്. നന്നായിട്ട് വരണ്ട, പിന്നെ അടുത്ത കൊല്ലം സംഗതി തോന്നിയിട്ടുണ്ടാവില്ല. അങ്ങോട്ട് തരില്ല. വളരെ നന്നായി. ഒറ്റക്ക് വാങ്ങി വളർത്തിയിട്ട് തരികയാണെങ്കിൽ അതിനൊക്കൂല. ഇടക്ക് വാങ്ങിയിട്ട് ആ പോത്തിൽ കൂറ് കയറുന്നത് അത്ര ആണ്ടെത്തൂല. ബെസ്റ്റ് ഇതാണ്. പിന്നുള്ളൊക്കെ താഴെ ഡിഗ്രി. അതിന്റെ ബാക്കിൽ ഒരു ചരിത്രം ഉണ്ട്. അത് കൂട്ടിമുട്ടിച്ചിട്ടൊക്കെ ചിലർ പറയലുണ്ട്, ഇബ്രാഹിം നബി സ്വന്തം മോനല്ല. അങ്ങനെയല്ല, അത് സ്വന്തം നമ്മളതിൽ നമ്മളെ അന്നത്തിൽ വളർന്ന് വലുതായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. പിറകിലുള്ള ചരിത്രം ഓർക്കുകയാണെങ്കിൽ ഇതൊക്കെ വലിയ ത്യാഗാണേനോ. ഇപ്പൊ ചരിത്രം പറയാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ്. നമുക്ക് വേറെ സമയത്ത് പറയാം ചരിത്രം. ഇനി ഒന്നുമില്ലല്ലോ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആമട്ടിയാക്കാക്ക് എന്തോന്ന് അങ്ങനെ അരിച്ചു കയറണുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതാണ് ഉണ്ടായിരിക്കണം അല്ലേ ഇവിടെ. സമയം ഒരുപാടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കേട്ടൊക്കെ കബൂലാക്കട്ടെ. അള്ളാഹു തആല തെറ്റിലുണ്ടെങ്കിൽ പുറത്തേറ്റെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം, നമ്മുടെ സയ്യാത്തൊക്കെ ഹസനാത്താവാൻ കാരണമായി സ്വീകരിക്കട്ടെ. നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുകയും തെറ്റുകളൊക്കെ അള്ളാഹു തആല പൊറുക്കുകയും ചെയ്യട്ടെ. സാഹസിൽ ഒരുപാട് മാനസിക പ്രയാസം, ശാരീരിക ബുദ്ധിമുട്ട്, രോഗങ്ങൾ, സാമ്പത്തിക പ്രയാസം, സാമൂഹിക പ്രയാസം, കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു പ്രശ്നങ്ങളുടെ പരിഹാരം പ്രദാനം ചെയ്യട്ടെ, ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ, ആഖിറത്തിൽ സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തും അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദുനിയാവിൽ സുരക്ഷിതത്വവും സന്തോഷവും സമാധാനവും ആഖിറത്തിൽ സ്വർഗീയ ഭവനവും പ്രദാനം ചെയ്യട്ടെ. അത് കുടുംബസമേതമാക്കി തരട്ടെ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار امته ومن محبيه يا ذا الجلال والاكرام برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خلق سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون.